ദേവി ദുർഗേ മഹാമായേ കാത്തോളണേ കാത്തുരക്ഷിക്കണേ ഈശ്വര ഭഗവാനേ അയ്യപ്പസ്വാമി. എന്തോ ദാ വരണു. ഇപ്പൊ എന്റെ മോന് സന്തോഷായില്ലേ? ആണോ? അത് അച്ഛൻ വരാട്ടോ. സന്തോഷായോ? ഞാനിവിടെ കുത്തിയിരുന്നാലേ രണ്ടുപേരെ വായു ഭക്ഷണം കഴിക്കേണ്ട വരും. ഞാൻ പോയി എന്തേലും കഴിക്കാണ്ടാക്കട്ടെ ട്ടാ. അച്ഛന്റെ മടിയിലിരിക്കൂ. കളിച്ചാനോ? ആ കളിച്ചാട്ടോ മുത്തേ. എന്റെ ദൈവമേ, എനിക്ക് ഒരുപാട് നന്ദി. എന്റെ ചേട്ടനെ നല്ലൊരു മനുഷ്യനാക്കി തന്നേന്. ഇത് എത്ര നേരമായി വിളിക്കണു? ഇവിടെ വിളിച്ചു നോക്കാം. ചേട്ടാ, ചേട്ടാ എണീക്കേട്ടാ. ചേട്ടാ എണീക്ക്. ഓടി നടന്നു ചേട്ടൻ കൂടാന്നും പറഞ്ഞു. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഓടി നടന്നു. ചേട്ടാ പല്ല് വയ്ക്കുന്നില്ലേ? എന്താ പല്ല് വെച്ചാൽ തിന്നാൻ ചെല്ല പോയി കൊണ്ടാടി തിന്നാനായിട്ട്. പല്ല് അച്ഛനും കോച്ചനോ മനുഷ്യൻ നിന്നാ. ആ പറയടാ. ഹലോ, നീ എവിടെ? രാവിലെ തുടങ്ങി വിളിക്കണ്ടാ. എന്തൊട്ട് ആടെ ഉണ്ടാക്കി വെച്ചേണേ? ഹലോ, വായിൽ വയ്ക്കാൻ കൊള്ളില്ല. എന്താ പറഞ്ഞേ? ഒരു പ്രശ്നമുണ്ട്, നീ വേഗം എന്റെ വിളിക്കുക. എന്ത് പ്രശ്നം? അതൊക്കെ നീ വന്നിട്ട് പറയാ. ആ വരാ. ആ എന്തിന്? അവന്റെ ഭാര്യയും കൊച്ചുങ്ങളും പെണ്ടിച്ചാടി. അവര് നമ്മൾ നല്ല സ്നേഹത്തിലാണല്ലോ. പിന്നെന്താ പ്രശ്നം? അവൻ വെള്ളടിച്ചാ ഭയങ്കര കൂതറിടാ. നിനക്കറിയാൻ മേനഞ്ഞിട്ടാ. ഞാനും ഭയങ്കര സംഗതിക്ക. ആ കൊച്ചുമോൾ ഇന്നലെ കൂടി എൻ്റെ മിഠായി വാങ്ങിയതാ. നമുക്ക് രണ്ടും അടിക്കാം. നീ അതടിക്ക്.
ശല്യങ്ങൾ ഇത് എവിടെ പോയി കിടക്കണം? വിളിച്ചറിയണം, വിളിയേക്കില്ല. ആരുമില്ലേ? എന്തിനാ കിടന്ന അലറണേ? ആ ഫോണിന്ന് എടുത്തന്നടി. എന്നാ കുന്തം ഇത് കഷ്ടത്. ഇച്ചേടന്നൊരു ആവശ്യം എനിക്കില്ല. എന്റെ പിള്ളേര് ഞാൻ വിളിച്ചാ മതി. ആശയങ്ങള് ഇവരുടെ എല്ലാ കാര്യത്തിനും ഞാൻ ഓടിച്ചെന്നതാ. എന്തൊക്കെ ചെയ്തു കൊടുത്താ നന്ദില്ലാത്തേട്ട്. ഒരെണ്ണം പോലും ഫോൺ എടുക്കുന്നില്ല. എനിക്കറിയാ. ചേട്ടാ കുറച്ച് വെള്ളം കുടിക്കാം. പോട്ടെ പോട്ടെ പോട്ടെ, പതുക്കെ പതുക്കെ. സാരമില്ല അപ്പേക്ക് ഉറങ്ങിയാ? ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. ഭക്ഷണം കഴിക്കാം. നിങ്ങൾ കഴിച്ചാ? ആ കഴിച്ചു. ദൈവമേ, ഇവനൊന്ന് കഞ്ഞി കുടിച്ചാ മതിയായിരുന്നു. കഞ്ഞി കുടിക്കേ. ഇപ്പിത് കുടിക്കട്ടെ കണ്ണാ. ഒറ്റയ്ക്ക് എനിക്ക് എന്നിട്ട് വെള്ളമല്ല നിങ്ങൾ കുടിക്കണേ? ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല. ചേട്ടൻ നിങ്ങളെ പൊന്നു പോലെ നോക്കും. ചേട്ടൻ നിങ്ങളുടെ വാക്കാത്. അതെ, ആ അച്ഛനും മോനും തകർക്കാണല്ലോ. കഴിച്ചതൊക്കെ മതി. നീ എന്തെങ്കിലും കഴിച്ചിട്ടാവാം. ചേട്ടനൊരാൾ മാറിയപ്പോ ചേട്ടാ നമ്മുടെ വീട്ടിൽ എന്ത് സന്തോഷ. ശരിയല്ലേ? അച്ഛനമ്മ കഴിക്ക്. ഞാൻ ഇത്ര നാളും മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു. എനിക്ക് മനസ്സിലായി അതിന് ആയുസ് വളരെ കുറവാണെന്ന്. ഇപ്പൊ ഞാൻ വേറൊരു ലഹരിയിലാ. ഇവിടെ ഇരിക്കാണോ? കുടുംബം എന്ന ലഹരി. നിങ്ങൾക്കും ഈ ലഹരി ആസ്വദിക്കാം. അതിന് ഞങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ എന്നെ വിചാരിക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് ജീവിക്കാം. എന്താ, നിങ്ങൾ റെഡിയല്ലേ?